മർക്കോസിന്റെ സുവിശേഷം ആദ്യം മത്തായിലോട്ട് വന്നാട്ടെ. മത്തായി, മർക്കോസ്, ലൂക്കോസ് എല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷെ മത്തായിലേക്ക് വന്നാട്ടെ. മത്തായി 8:16 മുതൽ വാക്യങ്ങൾ. മാത്യു 8:16. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി. വൈകിട്ടായപ്പോൾ. അപ്പൊ എപ്പോഴാണ് കൊണ്ടുവന്നത്? വൈകിട്ടായപ്പോൾ. മർക്കോസ് ഇച്ചിരി ഡീറ്റെയിൽഡാണ്. മർക്കോസ് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. മർക്കോസ് വായിച്ചാൽ മർക്കോസിന് 1-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം. ഇതേ വിഷയം മർക്കോസ് പറയുന്നത് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവരുടെ അടുക്കൽ വിഷയം ലൂക്കോസിന് പറയുന്നുണ്ട്. ശരിക്കും 3 ഗോസ്പൽ റൈറ്റേഴ്സ് 2 പേരും ഉറപ്പാണ് വൈകുന്നേരം സൂചിപ്പിക്കും. അപ്പൊ അതിലെന്തോ കാര്യം കിടക്കുന്നു. അപ്പൊ മർക്കോസ് ഇച്ചിരി സ്പെസിഫിക് ആക്കി സൂര്യൻ അസ്തമിച്ച ശേഷം. അപ്പൊ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സൂര്യൻ അസ്തമിക്കാൻ. സ്തോത്രം. 2 മത്തായി പറയുന്നത് അവൻ പലരെ സൗഖ്യം മർക്കോസ് പറഞ്ഞ പലരെ സൗഖ്യമാക്കിയല്ല. മത്തായി പറയുന്നത് ഇംഗ്ലീഷ് വേർഷനിൽ അവൻ എല്ലാവരും സൗഖ്യമാക്കി. ഇത് യേശുവിന്റെ ശുശ്രൂഷയുടെ ഒരു മേജർ മൂവ് നടക്കുക. വരുന്നവരെല്ലാം സൗഖ്യമാകുന്ന യേശുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന പവർ ഹൗസിന്റെ ഉദ്ഘാടനം അവിടെ നടന്നുകൊണ്ടിരിക്കുക. യേശു സ്വർഗത്തിന് വന്ന യേശുവിന്റെ ശുശ്രൂഷയുടെ ഉദ്ഘാടനം, ഗ്രാൻഡ് ഓപ്പണിംഗ് നടന്നുകൊണ്ടിരിക്കുക. മറു സൈഡിൽ ദീനക്കാരും രോഗികളും ഭൂതഗ്രസ്തരും. ചരിത്രക്കാർ പറയുന്നത് അന്നത്തെ ഭൂതഗ്രസ്തരുടെ ശബ്ദം അവിടെ ഇങ്ങനെ കേൾക്കും. കാരണം ഇവിടെ ദേഹം മൊത്തം വേദനയിലും മുറിവിലും മുറിക്കപ്പെട്ടവരായി പിശാചിനാൽ തകർക്കപ്പെട്ട വ്യക്തികളാണ്. അവർ കിടന്ന് അലറും, അവരെ ചെയ്തലാണ് ഇട്ടിരിക്കുന്നത്. സ്തോത്രം. പക്ഷെ എന്റെ ചോദ്യം, ഇത്രയും മുറിവും ഇത്രയും ബുദ്ധിമുട്ടും ഇത്രയും ഭൂതങ്ങളും ഇളകി മറിയുമ്പോൾ എന്തിനാണോ പവർ ഹൗസ് അവിടെ ഉള്ളപ്പോൾ വൈകിട്ട് വരെ കാത്തിരുന്നത്? Why did they wait till the sun was set? പവർ ഹൗസ് അവിടെ എന്തിന്? രാവിലെ വന്നായിരുന്നെങ്കിൽ 5 മണിക്കൂറിന്റെ വേദന കുറഞ്ഞേന്. സ്തോത്രം. ഒരു 6 മണിക്ക് വരുമായിരുന്നെങ്കിൽ അന്നത്തെ ദിവസമെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കാമായിരുന്നു. ശിവൻ അതുവരെ കാത്തിരിക്കുക. ഈ വേദന സഹിക്കുന്നുണ്ടെങ്കിൽ തലക്ക് പൊട്ടിപ്പോകുക, എന്നാലും കാത്തിരിക്കുക സൂര്യൻ അസ്തമിക്കാൻ. നിങ്ങളുടെ കാര്യം എന്തറിയാമോ? ശബത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന വെളിയിൽ ഇറങ്ങിയാൽ പള്ളിയിൽ നിന്ന് മുടക്കും.
രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ജനം ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ഇതാണ് കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹം. ഒരു മാനുഷികമായ നിയമങ്ങളിൽ ഒതുങ്ങിപ്പോയ ഒരു കൂട്ടം. ഞാൻ ചർച്ച കയറി ചെന്നപ്പോൾ ഒരു കൂട്ടം സഹോദരന്മാർ ഇങ്ങനെ നിൽക്കുക. ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? എത്ര ഒന്നും നടന്നിട്ട് കൈ പൊങ്ങുന്നില്ല. എന്നോട് അവിടുത്തെ മൂത്ത സഹോദരി പറഞ്ഞു, വേദപുസ്തക പ്രകാരം സ്ത്രീയുടെ തല പുരുഷനാണ്, അതുകൊണ്ട് തലയുടെ മുകളിൽ കൈ പോകരുത്. എനിക്ക് ചോദിക്കണം തോന്നി, സഭയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ ആ സഹോദരി. വീട്ടിൽ ചെല്ലുമ്പോൾ കൈ തലയ്ക്ക് മുകളിലാണ്, തല മണ്ടയ്ക്കാണോ ദൈവത്തിന് അറിയത്തുള്ളൂ. ഇത് പലതരം മാനുഷിക നിയമങ്ങളിൽ ഒതുങ്ങിപ്പോയി കിടക്കുന്ന ഒരു ജനം കേരളത്തിൽ കിടക്കുമ്പോൾ ഇന്ന് പലക്കാലം ആരെ മുടക്കിയാലും കുഴപ്പമില്ല, എനിക്ക് ശക്തി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം വെളിപ്പെടുത്തി ഞാൻ പുറത്ത് വന്നിരിക്കുക എന്ന് വിശ്വസിക്കുന്ന ദൈവമാക്കാൻ ഇത്
നമുക്കൊക്കെ ചിലപ്പോൾ ചർച്ചയിൽ പോകാൻ വേണ്ടി പറയോ, ഒന്നെങ്കിൽ മാച്ചിങ് ഡ്രസ്സ് കിട്ടിയില്ല, ചിലക്ക് അത് പിണക്കാം, പിന്നെ അന്ന് ഭയങ്കര മൂടോപ്പാ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവ് ഇച്ചിരി ഒരു വിഷയം ഉണ്ടായി, ആദ്യത്തെ കാഷ്വാലിറ്റി ആരാധന. ചോദിക്ക് പോകത്ത് പറയാൻ പറ്റില്ല, അടി കിട്ടും. ആരാധന അപ്പം തന്നെ ക്യാൻസൽ. കാഷ്വാലിറ്റി ആരാധനയാണ്. നീ വേറെ സ്ത്രീയുണ്ട്, പുള്ളിയുടെ വസ്ത്രമൊന്നും അല്ല വിഷയം, എനിക്കൊരു വലിയ വിഷയമാണ്. ഈ പുള്ളിക്കാലത്ത് ചർച്ച വരെ എളുപ്പമല്ല. കാരണം ചർച്ച വേണമെങ്കിൽ ഒരു 5-6 മണിക്കൂർ എടുക്കുന്നിരിക്കട്ടോ സ്വന്തം. കാരണം പുള്ളിക്കാലത്ത് കൂലിയാണ്. കൂലിയാണെങ്കിലും വീട്ടിലിരിക്കും. വീട്ടിലിരിക്കത്തില്ല അമ്മമ്മയ്ക്ക് ശവത്താകുമ്പോൾ സിനിമയിൽ പോയ പറ്റൂ. സ്വന്തം അമ്മമ്മ കൂലി പോവാണ്. അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ കുറച്ച് വിശ്വസിച്ച് പറയുമ്പോൾ എന്തറിയോ, സഹോദരി കൂലി വന്ന് പറയട്ടോ, അമ്മത്തേക്ക് നാളെ കേട്ട് ഇവർക്ക് ഒന്നാമത് നടക്കാൻ ബുദ്ധിമുട്ട്. അവിടെ ചെല്ലുമ്പോൾ ചില നോട്ടം, ഞാനാണ് പിന്നെ അവിടെ പോകും. ഈ സഹോദരി ഇതെല്ലാം ചെയ്തിട്ട് എന്തോ പ്രയോജനം? ഈ പുള്ളിക്കാരത്തെ പ്രസംഗനെ കാണാൻ പറ്റത്തില്ല, ആരും പ്രസംഗിക്കുന്ന അറിയത്തില്ല, പ്രസംഗനെ കാണത്തില്ല, പ്രസംഗം കേൾക്കാനേ പറ്റുന്നുള്ളൂ. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ടി വന്നിട്ട് പ്രസംഗന് മുഖത്ത് വെക്കാൻ പറ്റത്തില്ല. പക്ഷെ ശബ്ദം കേൾക്കാം. 18 വർഷത്തിൽ കൂടുതൽ പ്രസംഗന് മുഖം കാണത്തില്ലെങ്കിലും ദൈവവചനത്തിൽ സന്തോഷിച്ചു. ദൈവത്തിന്റെ വചനത്തിൽ സന്തോഷിച്ച ഒരു സ്ത്രീയെ തേടി അതൊരു പുതിയ പ്രസംഗം വന്നിരിക്കുക. പ്രശ്നമാണെങ്കിലും അവർക്ക് ആരാധന സുഖം. എത്ര പ്രതികൂലത്തിൽ കൂടെ പോയാലും ദൈവവചനം കേൾക്കുമ്പോൾ ഒരു ഉല്ലാസം ഉണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി നിരങ്ങിയാണെങ്കിൽ പോയി ഇരിക്കും. അന്ന് രാവിലത്തെ പ്രസംഗത്തിനെ കാണാൻ പറ്റത്തില്ല. ആരാണ്ട് പറഞ്ഞു നല്ലൊരു ചെറുപ്പക്കാരനാണ് നസ്രയത്തിൽ വന്നിരിക്കുക. പക്ഷെ അന്ന് വരെ അവൾ വചനം കേൾക്കാനാണ് വന്നത്. പക്ഷെ അന്ന് വചനം ജഡമായവൻ. ദൈവമായിട്ട് പറയുന്നു, വർഷങ്ങൾ വിടുതൽ കിട്ടാത്തപ്പോഴും എന്റെ വചനത്തിൽ സന്തോഷിച്ച ചില കുടുംബങ്ങളകത്ത് അത്ഭുതം നടക്കാൻ സമയമാണത്. പറഞ്ഞ ഒരു 18 എന്നുള്ള സംഖ്യ യഹൂദന്മാരെ സംബന്ധിച്ചോളം ജീവന. യേശു അത് ചൂണ്ടിട്ട് പറയുക, ഇവരുടെ മേൽ ജീവൻ വ്യാപരിച്ച് മതിയാകും. ദൈവനെ കാണിച്ച കുടുംബങ്ങളുടെ മീതെ ദൈവ സംഖ്യ പ്രഖ്യാപിക്കുക. എല്ലാ കൈകളും ഉയർത്തിപ്പിടിച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് പോലും അറിയാതിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഉള്ള കൂന് ഇന്ന് പകൽക്കാലം യേശു നിവർത്താൻ പോവുകയാണ്. എത്ര നോക്കിയിട്ട് മിനിസ്റ്റർ ഒന്നും പൊങ്ങുന്നില്ല, പൊങ്ങിയാലും ഒരു ലെവല് വിട്ട് പൊങ്ങുന്നില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം കൂന് പൊട്ടി മാറാൻ പോവുകയാണ്.
അത് വേണ്ട ദൈവമക്കൾ. Receive it now. Receive it now. Receive it now. Receive it now. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുക. വിശ്വാസത്തോടെ ഏറ്റെടുത്താട്ടെ. നിങ്ങളുടെ മിനിസ്ട്രി പൊങ്ങാൻ പോകുക. നിങ്ങളുടെ സഭ പൊങ്ങാൻ പോകുക. നിങ്ങളുടെ അഭിഷേകം പൊങ്ങാൻ പോകുക. ഈവൻ ഫൈനാൻഷ്യൽ മണ്ഡലങ്ങളിൽ ചലനമുണ്ടാകാൻ പോകുക. In the name of Jesus. യേശുവിന്റെ മക്കളെ പകരുകയാണ്. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ വർഷങ്ങളായി മിനിസ്ട്രിയിലും കുടുംബങ്ങളിലും സഭകളിലും വ്യാപരിച്ച കൂണുകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. ശക്തിയോടെ ആരാധിക്കുക. ദൈവാത്മാവ് വേണ്ട ആ കൈ ഉയർത്തിയിരിക്കുന്ന ബ്രദറിനോട് പറയുന്നു, ഈ മീറ്റിംഗിൽ വന്ന് ഒരു തീരുമാനം എടുക്കാനാ നീ ഇവിടെ നിൽക്കുന്നത്. ഇത് കഴിയുമ്പോൾ ഒരു തീരുമാനത്തോടായിരിക്കും നീ മടങ്ങി പോകാൻ പോകുന്നത്. ഒരു പുതിയ